ഹലോ, സൈസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വ്ളോഗാണ് കേട്ടോ. നേരെ സന്തോഷമുള്ളൊരു ദിവസം കൂടിയായിരുന്നു. അപ്പോൾ അത് ഞായറാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കുറച്ച് ലേറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നൊരു ചെറിയ മന്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് ആ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ കുറച്ച് കുരുമുളകും ജീരകവും ഉണക്ക നാരങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ. ഒരു സന്തോഷ വാർത്ത ഉണ്ട്, ഒന്നല്ല രണ്ട് സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വഴിയേ പറയാം. പിന്നെ അതാ ഞാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ നമ്മൾ വെക്കണത്. അപ്പോൾ ആദ്യം ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് കുക്കറിലാണ്ട് വിസിലടിച്ച് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരി ഒരു ഹാഫ് വേവ് മതി കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഏലക്കായയും പട്ടയും ഗ്രാമ്പും പിന്നെ കുറച്ച് കുരുമുളകും പിന്നെ അതാ മാഗി ക്യൂബ് ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 മാഗി ക്യൂബ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ബോക്സിൽ തന്നെ 2 ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്കറിയില്ലെന്നു. ഇത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതേപോലെ മന്തിയോ പിന്നെ കപ്സ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാത്രമല്ലേ ഉപയോഗിക്കുള്ളൂ. പിന്നെ അതാ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം പിന്നെ കുറച്ച് മുളകും പൊടി കേട്ടോ. അത് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ കുരുമുളകോ ചേർക്കാം കേട്ടോ. ഞാനൊരിത്തിരി മുളകും പൊടിയാണ് ചേർത്തത്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർക്കാം കേട്ടോ. ഒക്കെ ഒരു കമ്മട്ടാണ് ഇട്ടിടുന്നത്, അളവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിതുപോലെ ആദ്യമായിട്ടാണ് വെച്ച് നോക്കുന്നത് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ വെച്ചുണ്ടാക്കുക തന്നെയാണ് കേട്ടോ. ഞാൻ മിക്കവാറും സാധനങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് നോക്കലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതുപോലെ തന്നെ ആവൂലേ. പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, കാരണം മാഗി ക്യൂബിൽ ഉപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ പിന്നെ ഞാൻ ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് നോക്കിയിട്ട് ആണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ അതാ നല്ലോണതുപോലെ നമ്മൾ ചിക്കനിലേക്ക് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പിന്നെ അതാ അതിലേക്ക് കുറച്ച് കളർ കേട്ടോ, അതുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എൻ്റെ കയ്യിലുണ്ടായതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ടാണ് കേട്ടോ മന്തി ഇതേപോലെ ഉണ്ടാക്കണത്. ഇതുപോലെ എന്നല്ല, മന്തി തന്നെ ആദ്യമായിട്ടാട്ടോ ഉണ്ടാക്കണത്. ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ അതാ കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറൊക്കെ ഒന്ന് വെന്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതാ നമ്മുടെ ചിക്കനൊക്കെ മാറ്റി വെച്ചപ്പോഴത്തേനും നമ്മുടെ അരിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പുതരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറേ ടൈം പുതരാനൊന്നും വെച്ചിട്ടില്ല, കുറച്ച് സമയം ഒരു 15 മിനിറ്റൊക്കെ പുതരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ അതൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് കളറും കൂടെ ഞാൻ നമ്മളെ ചോറിങ്ങനെ, ഇപ്പം പിന്നെ ആരും കളറൊന്നും ചേർത്തിട്ട് അങ്ങനെ മന്തി ഉണ്ടാക്കാറില്ലല്ലേ, സാധാരണ വെള്ള കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. അത് ലച്ചുമോളെ റിക്വസ്റ്റാണ്, കുറച്ച് കളറൊക്കെ ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ബാക്കിയും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കിലോനാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ അതാ അതേപോലെ തന്നെ ബാക്കി പ്രോസസ്സും കൂടെ ചെയ്യുക. എന്നിട്ട് നമുക്ക് കുക്കർ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒറ്റ വിസിൽ മതി കേട്ടോ. ഒറ്റ വിസിൽ വെച്ചാൽ മതി. പിന്നെ അതാ ഞാൻ മുകളിലായിട്ട് നമ്മുടെ പച്ചമുളകും കൂടെ കൊത്തി കൊടുക്കാനുണ്ട് കേട്ടോ. ഇത് ഞാൻ സംഭവം മറന്നിരുന്നു കേട്ടോ. പക്ഷേ ലച്ചുമുളകാണ് ഓർമ്മിപ്പിച്ചത്. അമ്മ പച്ചമുളക് വെക്കണ്ടേ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അപ്പം പിടിച്ചങ്ങാണ്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിന് കണലെടുക്കാൻ പോയതാണ് കേട്ടോ ഞാൻ അപ്പുറത്തേക്ക്. അപ്പോൾ അതാ അതും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് സൺഫ്ലവറും കൂടെ ഒഴിച്ച് അങ്ങോട്ട് അടച്ചേക്കാം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒറ്റ വിസിൽ മതി. അപ്പോൾ ഇത് കുറച്ച് സമയമായപ്പോൾ വിസിലിങ്ങനെ വരാതിനൊരു മടി. അപ്പോൾ ഞാനൊന്ന് പേടിച്ചിട്ട്, ദൈവമേ ഏതെങ്ങാനും കരിഞ്ഞു പോകുമോ എന്നൊക്കെ. അപ്പോൾ എന്തായാലും പ്രശ്നം ഉണ്ടായില്ല. അത് പിന്നെ 10 ലിറ്ററിൻ്റെ കുക്കറായതുകൊണ്ട് വിസിൽ വരാൻ കുറച്ച് താമസം വന്നു. അപ്പോൾ ഞാനൊന്ന് പേടിച്ചു. എന്തായാലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേന് വിസിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുക്കറൊന്ന് തുറന്ന് നോക്കാൻ കേട്ടോ. ഞാൻ വിസിൽ അപ്പം തന്നെ കളഞ്ഞു കേട്ടോ, കാരണം നമ്മളത് ചോറ് പകുതി വേവ് ആയതല്ലേ. അപ്പം പിന്നെ ആ ആവി തന്നെ ഇരുന്നാൽ ഒന്നുകൂടെ പിന്നെ വെന്ത് പോവും വിചാരിച്ച് ഞാൻ വിസിൽ വന്ന അപ്പം തന്നെ അതിൻ്റെ എയറും കൂടെ കളഞ്ഞു കേട്ടോ. എന്നിട്ടാണ് തുറന്ന് നോക്കുന്നത്. അപ്പോൾ അതാ പാകത്തെ വേവന്നെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് മാറ്റുകയാണ്.
അപ്പോൾ അതിൽ തന്നെ ഇരുന്ന ചൂടുകൊണ്ടേ നല്ല വെന്ത് പോകും വിചാരിച്ചിട്ട് ഇപ്പോൾ ഇതാ ഒരു ഒട്ടണ പാകമുണ്ട്. പക്ഷേ ചൂടാറിയപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും സെപ്പറേറ്റ് ആക്കി. അപ്പം ഞാൻ സന്തോഷ വാർത്ത ഉണ്ട് പറഞ്ഞത് എന്താണെന്നറിയോ, എനിക്ക് ഇപ്പോൾ താൽക്കാലികമായിട്ട് അംഗനവാടിയിൽ കയറാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ, ടീച്ചറായിട്ട്. ഇവിടെ അടുത്ത് തന്നെ പൊട്ടിക്കല്ല് അംഗനവാടിയിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ടീച്ചർക്ക് ഒരു 3 മാസത്തിന് ലീവാണ്. അപ്പോൾ ഈ 3 മാസം ആണ് കേട്ടോ ഞാൻ കയറണത്. അപ്പോൾ അതാണ് എൻ്റെ സന്തോഷ വാർത്ത. കാരണം നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പോൾ നമുക്കൊരു ജോലി കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നല്ലോണം വൈകിയിട്ടുണ്ട്. കാരണം എനിക്കിത് ഡിസംബർ 1-ാം തീയതി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഡിസംബർ 1 മുതൽ ഞാൻ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, പോലെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയാനുള്ളൊരു വീഡിയോ പിന്നെ ഇടാൻ എനിക്ക് നേരം കിട്ടിയിട്ടില്ല. കാരണം നമ്മൾ രാവിലെ പോകേണ്ട തിരക്കും 9:30 ആകുമ്പോൾ നമുക്ക് അംഗനവാടി തുറക്കണം. പിന്നെ വന്നാലും തന്നെ സമയമില്ല, 4:30 ആവും എത്താൻ. 3:30 അംഗനവാടി വിടും. പക്ഷേ നമ്മളെ വീട്ടിലെത്തുമ്പോഴത്തേന് ബസ്സൊക്കെ കെട്ടി എത്തുമ്പോഴത്തേന് സ്കൂട്ടിയിലാണെങ്കിൽ പിന്നെ പെട്ടെന്ന് എത്തും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ താമസിച്ചത്. പിന്നെ ഞാൻ ലൈവ് വിടുമ്പോൾ അതിലങ്ങനെ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ ലൈവിൽ കയറാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉച്ചയ്ക്ക് നല്ല മന്തിയൊക്കെ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കണ്ടോ, നമ്മൾ പൊരിച്ചെടുത്ത മാതിരി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനതിലേക്ക് കുറച്ച് മയോണൈസും കൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ അന്ന് തന്നെ നമുക്കൊരു ഗസ്റ്റും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാരാന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യം ഒരു 6 മാസം ഇവിടെ അടുത്ത് ഒരു അംഗനവാടിയിൽ വർക്ക് ചെയ്ത് നിന്നിട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. അപ്പോൾ അവിടെ പഠിപ്പിച്ച കുട്ടി എന്നെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് 2 ദിവസം മുന്നേ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യണ അംഗനവാടിയത്തെ കുട്ടികളൊപ്പം നിന്നിട്ട് കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ഇയാൾക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ അവിടെ അംഗനവാടിക്ക് പോവുകയാണ്. ഇപ്പോൾ അവൾ സ്കൂളിലാണ്, LKGയിലാണ്. അപ്പം ഇനി LKG പോകണില്ല, അംഗനവാടിക്കാണ് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. ഇങ്ങോട്ട് പോരണം, അല്ലെങ്കിൽ സായി ടീച്ചറെ വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കരച്ചിലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ നല്ലൊരു സന്തോഷമായിട്ടോ, അവളെ കാണാനും പറ്റിയതിൽ നല്ല സന്തോഷം കേട്ടോ. പക്ഷേ ആളധികം സംസാരിച്ചതൊന്നുമില്ല കേട്ടോ. എന്താവോ മടികൊണ്ടാണോ എന്താ അറിയില്ല. അപ്പോൾ അത് അവർ വന്ന് കുറച്ച് സമയമായിട്ടോ വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അവർക്ക് എന്തോ ധൃതി ഉണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്തായാലും അവരങ്ങനെ പോയി. പിന്നെ അതാ ഇത് ഞാൻ അംഗനവാടിക്ക് പോണൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മുടെ അംഗനവാടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ അതാ നമ്മളെ വീട്ടിൽ നിന്ന് ഏട്ടനാണ് കേട്ടോ കൊണ്ടാക്കി തരാറ്. സ്കൂട്ടിമ്മ പോലാണ്. അപ്പോൾ ബസ് ആ ടൈമിനില്ല കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അംഗനവാടി. അപ്പോൾ ഹെൽപ്പർ എത്തിയിട്ടില്ല കേട്ടോ. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ട്, സ്കൂട്ടിമേലായതുകൊണ്ടേ. 9:30 കേട്ടോ ശരിക്കും തുറക്കേണ്ടത്. പക്ഷേ ഞാൻ അതിൻ്റെ കുറേ മുന്നേ വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ അങ്ങനെ ഇരിക്കും കുട്ടികളെ വെയിറ്റ് ചെയ്ത്. അപ്പോൾ നേരത്തെ എത്തുന്നത് ഏട്ടൻ കൊണ്ടാക്കി തരുകൊണ്ടാണ് കേട്ടോ. കാരണം ഏട്ടന് പിന്നെ വർക്ക് സൈറ്റിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങളെ വേഗം കൂടെ ആക്കിത്തരും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ലോങ് വീഡിയോ ഇടാനിപ്പോൾ പറ്റാത്തത്. ഷോർട്ട് എന്നും എത്ര സമയമില്ലെങ്കിലും ചെറുതാണെങ്കിലും എടുത്തിട്ട് ഇടാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലൈവും കയറാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. വീഡിയോ ആകുമ്പോൾ നമ്മൾ വോയിസ് കൊടുക്കാനൊക്കെ കുറച്ച് സമയം കണ്ടെത്തന്നെ വേണം. അപ്പോൾ അതിനുള്ളൊരു സമയം എനിക്ക് കിട്ടണില്ല, അതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്